എൻ്റെ അപ്പുചേട്ടാ എന്തിനാ ഇങ്ങനെ മൂടോട്ടായിരുന്നു? ഇവിടെ തനിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ല. എൻ്റെ ടെൻഷൻ എനിക്ക് അറിയാം, അറിയാവോ? കല്യാണം എത്രയും വേഗം ഇങ്ങ് വരുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഡേറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ കല്യാണം നടത്തണ്ടേ? ഈ സംഗതിയൊക്കെ ശരിയാണ്. ഞാൻ അവന് 50,000 രൂപ കൊടുക്കാനുള്ളതാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും പ്രജയ്ക്കും അറിയാം. എല്ലാം ശരി. അപ്പോൾ ഇതിന് എങ്ങനെയെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയേ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ മരിക്കും. അത് ആ കാര്യം യാതൊരു സംശയമില്ല. എടാ റജി, ഈ പൈസ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോട്ടാ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അടുത്ത ആഴ്ചയല്ലേ രമേശൻ്റെ മോളുടെ കല്യാണം. അതിനു മുമ്പ് 50,000 രൂപ നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുക്കാം. പാറവിൻ്റെ കഴുത്ത് നിറച്ച ആഭരണങ്ങളാണ്. ഒന്ന് പണയം വെച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. എത്ര ചോദിച്ചിട്ടും അവൾ തരുന്നില്ലെന്നുള്ളതാണ് സത്യം. അടുത്ത ചിട്ടിപ്പടം കിട്ടുമ്പം എടുത്തു കൊടുക്കാമെന്ന് ഞാൻ ആകാമെന്ന് പറഞ്ഞതാണ്. എന്ത് പറഞ്ഞിട്ട് അവൾ അനുസരിക്കുന്നില്ല. എൻ്റെ അപ്പുവേട്ടാ, എല്ലാ കാര്യവും മംഗളമായിട്ട് നടക്കും. അപ്പുവേട്ടാ വിഷമിക്കാതെ. എൻ്റെ പന്നിക്കോട്ടമ്മേ, ഈ പൈസ കൊടുക്കാൻ പറ്റിയ നിത്യപൂജ കഴിച്ചോളാമേ. ഈ കല്യാണം നടന്നു കിട്ടിയാലേ എനിക്ക് മനസ്സമാനമുള്ളൂ. അപ്പുവിന്റെ പ്രശ്നം എന്താ? എന്നോട് പറ, ഞാൻ ശരിയാക്കി തരാം. ഇത് പറയാ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം കേട്ടോ. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. താൻ തന്റെ കാര്യം നോക്ക്. കുടുംബ പ്രശ്നമൊക്കെ നീ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. ചെറിയ ചെറിയാന്നിക്കല്ലേ. നിന്റെ എന്റെ കൈ കിട്ടും. അന്ന് തന്നെ പഞ്ഞി കിട്ടോളാം കേട്ടോ. വാടാ, തല്ല മാടാ. വേണ്ട അവനൊന്നും ചെയ്യണ്ട. ഞാൻ അവനെ എടുത്തോളാടാ. നീ വാ, ഒന്നും ചെയ്യണ്ട. വാടാ, ഓർത്തോ, നിന്നെ എടുത്തോളാം. നിങ്ങളെ അങ്ങ് ശരിക്കും മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഞാൻ ബാസി 5ാം ക്ലാസ് ഒരുമിച്ച് പഠിച്ചല്ലേ. എടാ, നിന്റെ അമ്മയുടെ ഓപ്പറേഷൻ ബ്ലഡ് കൊടുത്ത ഞാനില്ലേ. ഞാൻ പിന്നെ 10-30 വർഷമായിട്ട് ബോംബെയിലല്ലായിരുന്നു. അപ്പൊ 3-4 മാസമായിട്ട് നാട്ടിലുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയും പാറുവിനെ ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടതല്ലേ. നിങ്ങളെ കണ്ട കാര്യം അവളെ എന്നോട് പറഞ്ഞില്ലല്ലോ. പിന്നെ അവൾക്കിപ്പോൾ അത് പറയാനല്ലേ നേരം. പോട്ടെ, ഇപ്പം നിന്റെ പ്രശ്നം എന്നാ? പാറിന്റെ കഴുത്തിൽ കിടക്കണ മാല നിനക്ക് വേണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ മേടിച്ചു തരാം. ഞാൻ ചോദിച്ചിട്ട് അവള് തന്നില്ല. പിന്നെയല്ലേ നിങ്ങൾ ചോദിക്കുമ്പോൾ തരാൻ കിടക്കൂടും. അതിനൊക്കെ ഒരു നാക്കുണ്ട്. നിനക്ക് വേറൊരു കാര്യം അറിയാമോ? നിന്റെ അവളുടെയും കല്യാണത്തിന് ഭീമേന്ന് സ്വർണ്ണം എടുത്തത് എൻ്റെ കെയറോപ്പിലാണ്. അവളുടെ ഫാമിലി എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാലോ ചക്കരയും പീരയും പോലെ. നിന്റെ വിഷമം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ പറഞ്ഞ വാ, ടെൻഷൻ അടിക്കുന്ന കാര്യമുണ്ടോ? ഞാനില്ലേ കൂടെ. ഇങ്ങനെ എത്രയോ കേസുകൾ ഞാൻ ഇടപെട്ട് തീർത്തു കൊടുത്തിരിക്കും. അവള് തരികയിലോടും കാര്യം പറഞ്ഞ അതിനൊക്കെ പരിപാടി ഞാൻ ചെയ്തു തരാം. പൂ പറിക്കുന്ന ലാഭത്തോടെ ഞാൻ ചെയ്തു തരും. വാ, അതാണ് എൻ്റെ വീട്. നിങ്ങൾ പറഞ്ഞ അവള് കേൾക്കും. എങ്ങനെയെങ്കിലും മയക്കി കുണുക്കി ഈ കാര്യം സാധിച്ചു തരണം. ദൈവ എൻ്റെ മുമ്പിലേക്ക് നിങ്ങളെ അയച്ചത്. അതൊന്നും നീ അറിയണ്ട. നീ തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും മറിഞ്ഞു വന്നു. ബാക്കി കാര്യം ഞാനിട്ട്.
ആരാ? എനിക്കങ്ങ് മനസ്സിലായില്ലല്ലോ. ഞാൻ ബാസി. നമ്മുടെ അപ്പനൊരു ആക്സിഡന്റ് പറ്റി. അപ്പോട്ടെ എന്ത് പറ്റി? ടിപ്പർ ഇടിച്ച് മരിച്ചു. കിട്ടിയോ? കിട്ടിയൊന്ന്. ഈ ബാസിയെ ഒരു കാര്യം ഏറ്റതാ. നീ പെട്ടെന്ന് നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു നോക്ക്. ആ മക്കളെ ഒന്ന് സമാധാനമായിട്ടിരിക്കുക. അപ്പോഴൊന്നും സംഭവിക്കുകയല്ലെന്നേ. വിഷമിക്കാതെ ഇരിക്കുക. അപ്പോഴല്ലേ വരുന്നത്? സ്വർണം മുഴുവൻ. ഓ മാല മാത്രമല്ലേ എനിക്ക് തന്നു. അവൻ വന്നിട്ട് കേട്ടോ. എങ്ങനെയുണ്ട്? നമ്മുടെ ഓപ്പറേഷൻ സക്സസ് അല്ലേ? എന്തൊക്കെ തടഞ്ഞു? 10-30 പവൻ കിട്ടിയോ? എവിടെന്ന്? ഞാൻ ചെന്ന് കോളിമ്പല്ലടിച്ചപ്പോഴേ കഥവ് തുറന്നപ്പോൾ ആരാ? പാറുവിൻ്റെ അച്ഛൻ. പിന്നെ വല്ലതും നടക്കൂ? കംപ്ലീറ്റ് പൊളിഞ്ഞു. സാരമില്ല, അടുത്ത നമ്മുടെ ഓപ്പറേഷൻ ബാങ്ക് കവർച്ച തന്നെ ആകട്ടെ. ബാങ്ക് കവർച്ച ഓക്കെ, പക്ഷെ നിങ്ങൾ രണ്ട് ഇതുപോലെ എൻ്റെ കൂടെ കട്ടക്ക് നിൽക്കണം. ആ കാര്യം ഞങ്ങൾ